ഹായ് ഹലോ, ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ടൊരു കട്ട്ലറ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമ്മൾ ചിക്കനോ ബീഫോ ഒക്കെ വെച്ചിട്ടുള്ളത് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് വാഴക്കൂമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വാഴക്കൂമ്പ് കട്ട് ചെയ്തിട്ട് കറി കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയൊക്കെ കട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ ഈ സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വാഴത്തട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഈ വാഴത്തട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നേരമെങ്കിലും നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വാഴക്കൂമ്പ് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലറ്റാണ് കേട്ടോ ഇത്. ഇനി ഇത് ഓരോന്നും ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് നമുക്കിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. നമുക്കിത് മോൾഡിലിട്ടിട്ടും കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഓരോ കട്ട്ലറ്റും നമ്മളിതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലോ ഓയിലോ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ ഒരു ഭാഗം വെന്തതിന് ശേഷം മാത്രം നമ്മളിത് മറിച്ചിടുക. അല്ലാന്നുണ്ടെങ്കിൽ മറിച്ചിടുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ട്ലറ്റൊക്കെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി മുരിച്ചെടുക്കാം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ കട്ട്ലറ്റൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കോരിയെടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ടൊമാറ്റോ സോസ് കൂട്ടിയിട്ട് കഴിക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.